റെഡ്മിയുടെ റെഡ്മി 12 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ മുമ്പ് ഗ്ലോബൽ മാർക്കറ്റിലും അതുപോലെ തന്നെ തായ്ലാൻഡിലൊക്കെ ലോഞ്ച് ചെയ്തിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സ് ഏകദേശം കൺഫേംഡ് ആണ് എന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി 12 എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ റെഡ്മി 12ൽ 6.79 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വന്നേക്കാം. LCD പാനലായിരിക്കും ഇതിൽ വരിക. പിന്നെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും ഈ ഫോണിൽ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. ഈ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് വരിക 550 നിറ്റ്സ് ആയിരിക്കും. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഫോണിൻ്റെ വെയിറ്റ് വരിക ഏകദേശം 198 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 8.1 mm ആയിരിക്കും. ഈ ഫോണിൽ IP53 റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ mediatekൻ്റെ helio G88 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു 4G പ്രോസസ്സറാണ്. 5G സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. മാക്സിമം 4G സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിമ്മ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. LPDDR4Xൻ്റെ റാമും eMMC 5.1 സ്റ്റോറേജ് ടൈപ്പൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വന്നേക്കാം. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. NFC എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്ലോബൽ വെർഷനിൽ. പക്ഷേ ഇന്ത്യൻ വെർഷനിൽ സപ്പോർട്ട് ചെയ്യുമോ എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ NFC എന്നുള്ള ഫീച്ചർ അതിന് മാത്രം പോപ്പുലർ അല്ല. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നതായിരിക്കും. അതായത് ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയേണ്ടതാണ്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 13 ബേസ് ചെയ്തിട്ടുള്ള MIUI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 മെഗാ പിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വരിക 120 ഡിഗ്രി ആയിരിക്കും. മൂന്നാമത് 2 മെഗാ പിക്സൽ ഒരു മാക്രോ ലെൻസും വന്നേക്കാം. ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ August 1 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കാര്യം ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തായ്ലാൻഡിൽ ഈ ഫോൺ ഏകദേശം 12,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ യൂറോപ്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ഏകദേശം 17,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ഈ ഫോണിൻ്റെ വില 17,000 രൂപ പ്രൈസ് റേഞ്ചിലൊന്നും വരാൻ സാധ്യതയില്ല. ഇന്ത്യയിൽ ഈ ഫോണിൻ്റെ വില ചിലപ്പം ഒരു 10,000 to 12,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വന്നേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും റെഡ്മിയുടെ റെഡ്മി 12 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ. നല്ലൊരു പ്രൈസിങ്ങിലും കൂടി ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. എന്തായാലും റെഡ്മി 12 എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.